അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെറും സ്വാഗതം. അപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഉള്ളിൽ കുറച്ച് വെളിച്ച കുറവുണ്ട്. അപ്പോൾ പുറത്തിരിക്കണതിൻ്റെ ആ ഡിസ്റ്റർബൻസ് നല്ലോണം ഉണ്ടാവും കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഞാൻ മലക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അവിടെ പോയി നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ചില വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് വന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടാണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഒരു 6 മണിക്ക് നീറ്റ് കുളിച്ച് മാറ്റി ഒരുങ്ങി നടന്ന് നമുക്കൊരു 9 മണി ഒക്കെ ആകുമ്പോഴത്തേന് അവിടെ എത്തണമായിരുന്നു. അവിടെ എത്തി പിന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു 4:45 ഒക്കെ ആവും കഴിയുമ്പോഴത്തേനും. അപ്പം കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കുക. രാവിലെ അങ്ങോട്ട് 1.5 കിലോമീറ്റർ നടക്കണം. ഈ നടത്തൊക്കെ കൂടി കഴിഞ്ഞ് റൂമിലെത്തിയാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല. പിന്നെ വീട്ടിലാകുമ്പോൾ എനിക്ക് ഡെയിലി തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ ഡെയിലി തിരുമ്പേണ്ട ആവശ്യമൊക്കെ വന്ന കാരണം കൊണ്ടൊക്കെ കൂടിയായിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഒരു സ്ട്രെസ്ഫുൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സ്ട്രെസ്സുള്ള ലൈഫൊന്നുമല്ല. നമ്മൾ ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് മാറിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല. അതേപോലത്തെ ടൈപ്പ് ഇതിലുണ്ട് ഞാൻ നിന്നിരുന്നത്. കാരണം എനിക്ക് തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഫുഡിൻ്റെ കാര്യം പിന്നെ ഞാൻ കുക്ക് ചെയ്തിരുന്നു. അത് ഓക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെ വീട് പറഞ്ഞിട്ട് നമുക്ക് കംഫർട്ടബിൾ സോൺ ആണല്ലോ. നമ്മൾ ആ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ പ്രശ്നത്തിൽ ഞാൻ നിന്നിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എന്നെ കൊണ്ട് എടുക്കാനൊന്നും പറ്റാതെ ഇരുന്നത്. അത് പോരാഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വെള്ളം കൂടി നല്ല കുറവായ കാരണം കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നം വന്നിട്ടുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഇത്ര വെള്ളം ഒന്നും കുടിക്കാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മതി, ഇതാണ് എൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എത്രയോ കൂടുതൽ വെള്ളം കുടിക്കണ പോലെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ പറയുമ്പോൾ നമ്മൾ വെറുതെ ഫാൻ ഇട്ടിരുന്നാൽ പോലും ഈ പുറത്തിരുന്നാൽ ഭയങ്കര ചൂടാണ്. നല്ല വിയർക്കും. അപ്പോൾ അത്രയും എന്താ പറയുക ചൂടാണ് ഇവിടുത്തെ കാലാവസ്ഥ ആണ്. അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് നടത്തോ ഇങ്ങോട്ട് നടത്തോ അതൊക്കെ കൂടി ആയിട്ട് ഇതിൻ്റെ വെള്ളമൊന്നും ഒട്ടും കറക്റ്റ് ആവണില്ല. പിന്നെ നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കില്ല. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് കുടിക്കുന്നല്ലാതെ ഇപ്പം ഞാൻ 1 ലിറ്ററോ 2 ലിറ്റർ പോലും ഞാൻ ഡെയിലി കുടിക്കലുണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട്. ഇപ്പം ഞാൻ മാത്രമുള്ള റൂമിൽ ഇരിക്കുന്നത്. എല്ലാവരും ക്ലാസ്സിന് പോയിക്കുകയാണ്. ഞാൻ ലീവിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഡോക്ടറെ കാണിച്ചിട്ട് നാളെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല. ഈ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്ന കാരണം കൂടി വെള്ളം കുടിച്ചിട്ട് മാറ്റാച്ചിട്ടാണ്. ഇപ്പം ഏകദേശം ഞാൻ റെഡി ആയപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. കാരണം കുറേ ദിവസമായാലും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ Day 1 Day 2 Day 3 എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗ് ഇടണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചതാണ്. Day 1 Day 2 Day 3 പറഞ്ഞിട്ടൊക്കെ വീഡിയോ ഡെയിലി വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റത്തെ ദിവസം എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. അപ്പോൾ രണ്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇടാണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എനിക്ക് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാൻ നാളെ കോളേജിൽ പോണ സമയത്ത് അവിടുന്ന് ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇന്നാണ് ആക്ച്വലി ഞങ്ങൾക്ക് എയർപോർട്ട് വിസിറ്റ് ഉള്ളത്. ഇന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകണ വിസിറ്റ് ഉള്ള ദിവസമാണ്. പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിരുന്നു. പിന്നെ MRO വിസിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. MRO എന്ന് പറഞ്ഞാൽ ഇവിടെ എയറോപ്ലെയിൻ്റെ എൻജിൻസ് കാര്യങ്ങളൊക്കെ മാറ്റുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ മെയിൻ്റെനൻസ് റിപ്പയറിങ് ഓവർഹെഡ് എന്ന് പറയാം കേട്ടോ. അങ്ങോട്ട് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റൂല. അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് വലിയൊരു എയറോപ്ലെയിനെ നേരിട്ട് കാണുന്നത്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് കണ്ടിട്ട് ഞാൻ കുറേ നേരങ്ങൾ തൊട്ടൊക്കെ നോക്കിയിരുന്നു. കാരണം അവിടെ റിപ്പയറിങ്ങിന് കിടക്കുന്ന കുറച്ച് പ്ലെയിനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേത്ത് നമുക്ക് തൊടാൻ പറ്റും. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റും. അങ്ങനെ പോയിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് പോയി കഴിഞ്ഞു. ഇന്റർനാഷണൽ എയർപോർട്ടിൽ കയറിയപ്പോഴാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. എനിക്ക് പലപ്പോഴും ഉള്ളിൽ കയറുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയപ്പോൾ അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നുള്ള കുട്ടി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ എയർപോർട്ട്, എയർപ്ലെയിന്, ക്യാബിൻ ക്രൂ, പൈലറ്റ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു തണുപ്പ് കാറ്റടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ബാഗേജിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ടള്ളിപ്പോയി, ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ചെക്ക് ഇൻ കൗണ്ടർ, എമിഗ്രേഷന്, പിന്നെ അവിടുത്തെ എല്ലാ എയർലൈൻസിൻ്റെ ഓഫീസുകൾ ഉണ്ടാവും. ആ ഓഫീസിൻ്റെ ഭാഗത്തു കൂടെ ഒക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ പോയി എത്തിയത് ഞങ്ങൾ പ്ലെയിനിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും കാണാൻ കേട്ടോ. ലാൻഡിങ് കാണാൻ പറ്റിയിട്ടില്ല, ടേക്ക് ഓഫുകൾ കാണാൻ പറ്റും. നമ്മൾ എന്താ പറയുക
അവിടെ പ്ലെയിന് അതിൻ്റെ പാർക്കിംഗ് ബേയിൽ നിർത്തിയിട്ടിട്ട് ആൾക്കാരെ ഇറക്കണ ഒരു സീക്വൻസുകൾ അങ്ങനത്തെ കാണാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതിവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ എയറോപ്ലെയിൻ ശരിക്കും അതിൻ്റെ ടേക്ക് ഓഫും കാണാനൊക്കെ കാണാൻ വേണ്ടി വേറെ വ്യൂവേഴ്സ് ഗാലറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊച്ചി എയർപോർട്ടിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങോട്ടും പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എയറോപ്ലെയിൻ നിർത്തിയിരുന്നത് എന്താ പറയുക, എയറോപ്ലെയിന് മറ്റേ ടേക്ക് ഓഫ് ആവുന്നതൊക്കെ കാണുമ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് എങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല, എനിക്കത് കാണുമ്പോൾ എന്തോ പ്രത്യേക തരം ഒരു ഇഷ്ടമാണ് കേട്ടോ. കാണുന്നത് എത്ര കണ്ടാലും മതിവരാത്തൊരു കാര്യമാണത്. ഈ പ്ലെയിനിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ആയാലും പ്ലെയിൻ കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. കൊച്ചി എയർപോർട്ടിൽ ചെന്നപ്പോൾ കുറേ ആനകളും അതിൻ്റെ മേലെ കുറേ ആൾക്കാരും. ഈ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാവരും ഫേസ് കട്ടും ഒരേപോലെയാണ്. അത് സായിപ്പന്മാരാണിട്ട് എല്ലാവരും ഫേസ് കട്ടും ഒരേപോലെ വെച്ചെടുത്തു കേട്ടോ. എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളും എടുത്തു ഒരു ഫോട്ടോ. അത് പിന്നെ മസ്റ്റ് ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വ്യൂവേഴ്സ് ഗാലറിക്ക് പോയി. വ്യൂവേഴ്സ് ഗാലറിക്ക് പോയപ്പോഴാണ് കറക്റ്റായിട്ട് ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ കൃത്യമായിട്ട് കണ്ടു കേട്ടോ. അത് ഞാൻ എൻ്റെ കണ്ണോട് നേരിട്ട് നോക്കിയപ്പോൾ ഇത്ര സൂമായിട്ട് കണ്ടായില്ല, ഞാൻ ഫോണിട്ട് സൂം ചെയ്ത് നോക്കിയിട്ടാട്ടോ ഞാനിത് കണ്ടിരുന്നത്. കാരണം എനിക്ക് എന്താ പറയുക, എയറോപ്ലെയിൻ കാണുമ്പോൾ ഒരു പ്രത്യേകത ഒരു ആനന്ദം, അങ്ങനെ നമുക്ക് ചില ആൾക്കാർക്ക് ചില സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതേപോലത്തെ ഒരു സംഭവമാട്ടോ എനിക്ക് എയറോപ്ലെയിൻ, എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ക്യാബിൻ ക്രൂനെ കണ്ടാലും ശരി എനിക്ക് ഇതേപോലത്തെ ഒരു സംഭവം വരിക. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര നല്ലത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇങ്ങനെ മറ്റേ എയർപോർട്ട് വിസിറ്റൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം എനിക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. കാരണം ഞാൻ അത്രയ്ക്കും എക്സൈറ്റഡ് ആയിരുന്നു, അത്രയ്ക്കും ഞാൻ എൻജോയ് ചെയ്തു എയർപോർട്ട് വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എന്താ ഉള്ളതെന്ന് കണ്ടില്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, ഇവിടുത്തെ ക്ലാസ്സിന് വന്നിട്ട് ഞങ്ങൾ CSL ക്ലാസ് കേൾക്കാൻ വേണ്ടി പോണത്. ഞങ്ങൾ ആ അക്കാഡമിയിലാണ് ക്ലാസ് കേൾക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാൻ പോണ സമയത്ത് അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. രാവിലെ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 11:30 ആകുമ്പോൾ നമുക്ക് ടീ ബ്രേക്ക് ഉണ്ടാവും. ആ ടീ ബ്രേക്കിന് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, എന്താണ് പഴംപൊരിയോ അല്ലെങ്കിൽ കട്ട് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അല്ലാതെ ബിസ്ക്കറ്റും ചായ ഒന്നും അല്ല കിട്ടും. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓക്കെ ബിസ്ക്കറ്റ് ചായ കാര്യം ചെറിയ ചെറിയ കടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. പക്ഷെ അല്ല, നല്ല അടിപൊളി കടികളാണ് ഉണ്ടാവാറുണ്ട്. ചായക്ക് കുറച്ച് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മധുരം ഇട്ട് ഇളക്കിയിട്ട് അങ്ങനെ കുടിക്കും. പിന്നെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് 1:30 ആകുമ്പോൾ ലഞ്ച് ബ്രേക്ക് വരും. ലഞ്ച് ബ്രേക്കിന് 2 ദിവസം നോൺ വെജ്, 1 ദിവസം വെജ് അങ്ങനെ ഉണ്ടാവാറ് കേട്ടോ. 2 ദിവസം നോൺ വെജ് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും, പിറ്റേ ദിവസം ചോറ്, ഉപ്പേരി, കറി, സാധനം, പിന്നെ ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് അങ്ങനെ കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ജസ്റ്റ് വെജ് മാത്രം, ഉപ്പേരിയും കറിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഞാൻ പറയാം, ഇവിടെ ഞാൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2-3 മാസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. കാരണം വീട്ടിൽ എനിക്ക് തോന്നില്ലേ ഫുഡ് ആലോചിക്കുമ്പോൾ അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. 2:20 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് നേരെ 3:30 ആകുമ്പോൾ വീണ്ടും ടീ ബ്രേക്കാണ് ഞങ്ങൾക്ക്. അപ്പോഴും അതേ പഴംപൊരി, സുഗിയൻ, സമൂസ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടും. അപ്പം ഫുഡാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും മെയിനായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം. പിന്നെ പഠിക്കണ കാര്യമായാലും നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്ത് കേൾക്കുന്നതിന് പകരം ഈ ഒരൊറ്റ ഇന്റേൺഷിപ്പിന് വന്നാൽ ക്ലാസ് നമുക്ക് എന്താണോ എന്താണോ പഠിക്കണമെന്നുള്ള കാരണമൊക്കെ മൊത്തമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാൻ ഞാൻ ഇന്റേൺഷിപ്പിന് വന്നിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ജോബ് ചെയ്യാൻ വേണ്ടി വന്നിക്കുകയാണ്, ഇത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം ജോബ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. ഞാൻ അങ്ങനെയല്ല, ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി വന്നിക്കുകയാണ്. എന്താണ് എയറോപ്ലെയിൻ, നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ എന്താണ് എയറോപ്ലെയിൻ, എന്താണ് അവിടെ ഉള്ളത്, എന്താണ് മറ്റേ എയർപോർട്ട്, എന്താണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോയാലേ എനിക്ക് ജോലി കിട്ടില്ല, അതായത് അപ്പം തന്നെ എനിക്ക് ജോലി കിട്ടാനുള്ള യാതൊരു ബാക്കിയില്ല കേട്ടോ. അങ്ങനെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കുറേ കാര്യം ചോദിക്കണമെന്നാണ്, എൻ്റെ റൂം എവിടെയാണ്, റൂം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റൂം ടൂർ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ റൂം ടൂർ ചെയ്യാൻ എന്നെക്കൊണ്ട് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റൂം കാണിച്ചു തരാം കേട്ടോ. റൂം കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ റൂം പറ്റ അലങ്കോലമായിട്ടൊക്കെ എടുക്കുന്നത് ഞങ്ങളുടെ റൂമല്ല, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ റൂം അത്ര വൃത്തിയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നുമില്ല, റൂം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പം ഞാൻ റൂം കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ റൂം 3ാമത്തെ നിലയിലാണ് കേട്ടോ. മേലേക്ക് നല്ലൊരു കയറ്റം കയറി വരാണ്ട് ഇതാ ഇവിടെയാണ് ഞങ്ങളുടെ റൂം. ഗ്രാൻഡ് റെസിഡൻസി പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. സ്ഥലത്തല്ല, ഗ്രാൻഡ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ റൂമുകൾ, കുറേ റൂമുകളുണ്ട്. അതിൽ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞങ്ങളുടെ റൂമാണ് ഫസ്റ്റത്തെ റൂം എന്ന് പറയുന്നത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ കണ്ടോ എന്തൊരു വൃത്തിയായിട്ടിരിക്കണ്. കുറേ ബാഗുകൾ ഞങ്ങൾ കൊടുന്ന് വെച്ചിരിക്കണ്. അത് ഞങ്ങൾ ഇഷ്ടമുള്ള ടേബിളാണ്. പിന്നെ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. പിന്നെ നടന്നിങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ കസേരകളൊക്കെ നിവർത്തിയിട്ട് ഞങ്ങൾ തിരുമ്പി കഴിഞ്ഞ് ഉണക്കിയിടാനാണ് കേട്ടോ. ഇതൊക്കെ ഉണക്കിയിട്ട് ഓരോ സാധനമാണ്, തോർത്തുകളും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ റൂമിലേക്ക് വരുമ്പോൾ റൂം കണ്ടോ
ഈ റൂമിൽ ഈ ബെഡ്ഷീറ്റ് അല്ല സാധാരണ ഉള്ളത് കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ കൊടുന്നിരുന്നു, അതൊക്കെ എടുത്ത് ഇന്നലെ തിരുമ്പി ഇട്ടിക്കാണ്, മേലെ ഉണക്കിയിട്ടിക്കുക കേട്ടോ. പിന്നെ വിരിച്ചിട്ടില്ല, എനിക്കൊന്നാമത് വെയ്യാത്ത കാരണം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ബെഡ്, ഈ 2 ബെഡ്, ഇതുമ്പോൾ ഞങ്ങൾ 3 ആൾക്കാരും അങ്ങോട്ട് കിടക്കും കേട്ടോ. അങ്ങനെയാണ് കിടക്കാറ്. അങ്ങനെയാണ് ഈ റൂം ഇരിക്കുന്നത്. നല്ല അടിപൊളി റൂമാണ്. പിന്നെ ഇത് ബാത്റൂമാണ്. പിന്നെ ഫസ്റ്റത്തെ വീഡിയോ കാണിച്ച പോലെ തന്നെ ഇതൊരു കണ്ണാടി ഗൈസ്. കണ്ണാടിനെ കാണാമല്ലോ, കുറച്ച് അപ്പുറത്താണ്. അങ്ങനെ ഞങ്ങൾ റൂം ടൂർ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. റൂം ടൂറായിട്ട് കാണിക്കാൻ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലേ രസമുള്ളൂ. ഇതിപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ റൂം എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു റൂമാണ്. അത് കൂടുതൽ കാണിക്കാൻ ഉണ്ടാവുമായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഞാൻ എല്ലാവരും കൂട്ടി നാളെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമിലാണ്, അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് ബിരിയാണിയാണ് മേടിച്ചത്. റൂമിൽ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊരു പ്ലേറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മറ്റേ പാക്കറ്റിലിട്ട് കഴിക്കാൻ അത്ര സ്പേസ് ഇല്ല. ഹാഫ് ബിരിയാണി മേടിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ വയ്യാതാവുമ്പോൾ നമുക്കതിന് കഴിക്കാൻ പൂതിയാവൂലേ, അങ്ങനെ മേടിച്ചാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കണം. എനിക്ക് ഇപ്പോൾ മാറിയ സ്ഥിതിക്കാണ് ഞാൻ പെട്ടെന്ന് ഈ കാക്ക എന്താ കാട്ടുന്നത്, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നീറ്റ് ഓടണ്ടല്ലോ. അപ്പോൾ കൂടുതൽ നടക്കാനും വർത്താനം പറയാൻ എന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ ക്ലാസ്സിന് പോകേണ്ടതാണ്. അപ്പോൾ ഈ ബിരിയാണി കഴിച്ച് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് നാളെ നല്ല കുട്ടിയായിട്ട് എനിക്ക് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഞാൻ അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം വരാം. അടുത്ത വീഡിയോ എന്തായാലും ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിച്ചു തരാൻ പോകണം കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് കോളേജിൽ പോകുന്നത്, എന്താണ് അവിടെ സംഭവം, എന്താ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരണേ, എന്താണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ഞാൻ കുറച്ച് അടുപ്പിച്ച് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും നല്ല കമൻസ് ആയാലും ശരി, എല്ലാവരും കാണുന്നുണ്ട്, നല്ല റിവ്യൂ തരുന്നുണ്ട് കേട്ടോ. എനിക്കത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് പറയുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ, ഈ കാക്ക സമ്മതിക്കൂല. ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറയണത്, ഈ കാക്ക ഉണ്ടായിരിക്കണതിൻ്റെ ഈ കാക്ക ഒന്ന് എന്നോടൊരു ദേഷ്യമുണ്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.